ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മലയാളമാണ് എടുക്കാൻ പോണത്. മലയാളത്തിൽ ഒരു ലേഖനമാണ് എടുക്കാൻ പോണത്. കടങ്കഥയുടെ വ്യാകരണം. TB വേണുഗോപാലപ്പണിക്കരുടെ കടങ്കഥയുടെ വ്യാകരണം. TB വേണുഗോപാലപ്പണിക്കരുടെ കടങ്കഥയുടെ വ്യാകരണം എന്ന് പറയുന്ന ഒരു ലേഖനമാണ് നമ്മൾ എടുക്കാനായിട്ട് പോണത്. അപ്പോൾ കടങ്കഥകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. പലതരം കടങ്കഥകൾ വന്ന വഴി ഓരോ ഭാഷയിലും അതറിയപ്പെടുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. അപ്പം നമുക്ക് വായിച്ചാൽ തന്നെ എന്താണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം ലേഖനം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, വായിക്കുക. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് പറയണേന്ന് നോക്കാം. കടങ്കഥേനെ പല പേരുകൾ അറിയപ്പെടും. കടം പറയൽ, കടങ്കഥ പറയൽ, തോൽക്കഥ, അഴിപ്പാൻ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളിൽ കടങ്കഥ അറിയപ്പെടും. തമിഴിൽ കടങ്കഥേനെ വിടുകഥൈ, വെടി, കന്നഡത്തിലും തുളുവിലും ഉഗഡു, തെലുങ്കിൽ വിടിക്കഥ, സംസ്കൃതത്തിൽ ഗൂഢപ്രശ്നം, ചിത്രപ്രശ്നം, കൂടോക്തി, പ്രഹേളിക, പ്രാകൃത ഭാഷകളിൽ പഹേലി, അങ്ങനെ പല പേരുകൾ നമ്മൾ കടങ്കഥയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കടങ്കഥകളെ തന്നെ പലതായിട്ട്, കടങ്കഥ എന്താണെന്നറിയാലോ, എട്ടില്ല വട്ടയില്ല പപ്പടം എന്നൊക്കെ പറയുന്ന പോലത്തെ കഥകളാണ് കടങ്കഥകൾ. പണ്ട് നമ്മൾ കടങ്കഥ പറഞ്ഞ് കളിക്കാറുണ്ട് അല്ലേ. കടങ്കഥകളെ തന്നെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, വിരോധ പ്രതീതി ഉള്ളവ. കടങ്കഥകളെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് വിരോധ പ്രതീതി ഉള്ളവ. അതായത് പലപ്പോഴും വിരോധ പ്രതീതിയെ ആശ്രയിച്ചാണ് കടങ്കഥയുടെ നിലനിൽപ്പ്. ഇത്തരം കടങ്കഥകളിൽ ഉത്തരം കണ്ടെത്താൻ വിഷമം ഉണ്ടാക്കത്തക്ക രീതിയിൽ അനാവശ്യ വിവരങ്ങൾ കൂട്ടിച്ചേർക്കും. അപ്പോൾ അതിൽ ഡയറക്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ മതി, അപ്പം നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെ പെട്ടെന്ന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധമില്ലാത്ത ഒരു കാര്യം കൂടെ അവിടെ കൂട്ടിച്ചേർക്കും. അങ്ങനെയുള്ള കടങ്കഥകളെയാണ് എന്ത് പറയുക, വിരോധ പ്രതീതിയുള്ളവ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അച്ഛനൊരു പട്ട് തന്നു, മുക്കിയിട്ടും നനയുന്നില്ല. മുക്കിയിട്ടും നനയുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി, ചേമ്പിലെയാണ് ഉത്തരം. അച്ഛനൊരു പട്ട് തന്നു, അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനായി. അതെന്ത് തേങ്ങയാണത്, പട്ടോ, എന്ത് പട്ട്, പട്ടുമായി ബന്ധപ്പെട്ടതാണോ എന്നൊരു കൺഫ്യൂഷൻ വരെയാണ്. ആ കൺഫ്യൂഷൻ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. ഉത്തരം കിട്ടാതിരിക്കലാണല്ലോ ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഉത്തരം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള പ്രയോഗങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുക. അങ്ങനെയുള്ള തരം കടങ്കഥകളാണ് എന്ത്, വിരോധ പ്രതീതിയുള്ളവ. അച്ഛനൊരു പട്ട് തന്നു, മുക്കിയിട്ടും നനയുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു തരം എന്ന് പറയുന്നത് കാര്യഹേതുക്കളുടെ പൊരുത്തക്കുറവുള്ളവ. അതായത് ഒരു പ്രവൃത്തിയും അതിൻ്റെ ഫലവും തമ്മിൽ വിപരീതമായിട്ടുള്ള ബന്ധം. ചെയ്യുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്, അല്ല ഫലം വേറൊന്ന്, പ്രവൃത്തി ഒന്ന്, ഫലം വേറൊന്ന്. അങ്ങനെയുള്ള ഒരു ടൈപ്പ് കടങ്കഥകൾ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടും. ചവിട്ടുന്നത് വട്ടത്തിൽ, പക്ഷെ ഫലം എന്താണ്, നീളത്തിലോടുക. അപ്പോൾ ഇതെന്ത് തേങ്ങയത്, ഉത്തരം സൈക്കിളാണ്. അപ്പം പ്രവൃത്തിയും ഫലവും വെച്ച് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാണ്, പെട്ടെന്ന് ഉത്തരം കിട്ടരുത്. അതാണ് അതിൻ്റെ ഉദ്ദേശം. വേറൊരെണ്ണം ഉറച്ചുപോയ അധ്യാരോപങ്ങൾ ഉള്ളവ. ഒന്നിൽ മറ്റൊന്ന് ആരോപിക്കുന്നതിനെയാണ് അധ്യാരോപം എന്ന് പറയുക. ഒന്നിനെ മറ്റൊന്നിനോട് ഉപമ പോലെ ഒന്ന് മറ്റൊന്നിൽ ആരോപിച്ച് പറയാം. ഉദാഹരണം, ചിരവ നാക്ക്, കസേര കയ്യ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളത്. വായില്ലാത്ത നാക്കും നാക്കിന്മേലത്തെ പല്ലും. വായില്ലാത്ത നാക്കും നാക്കിന്മേലത്തെ പല്ലും. ചിരവ നാക്ക്, ഒന്നിനെ മറ്റൊന്നിൽ എന്ത് ചെയ്യാണ്, ചിരവയുടെ നാക്കിനെ, ചിരവേന എന്താണ്, ആ നാക്ക് നമ്മൾ നാളികേരം ചിരകുന്ന ഭാഗത്തെ മനുഷ്യൻ്റെ നാക്കിനെ പോലെ അങ്ങോട്ട് ആരോപിക്കുകയാണ്, നാക്കായിട്ട് അങ്ങോട്ട് ആരോപിക്കുകയാണ്. അതിൻ്റെ കുനുകുനുകുനു സാധനങ്ങളെ പല്ലായിട്ട് അങ്ങോട്ട് ആരോപിക്കുകയാണ്. ഇനി വേറൊരു ടൈപ്പ് കടങ്കഥകൾ എന്ന് പറയുന്നത് അവർണ്യ വൃത്താന്താരോപത്തിലൂടെ ചമൽക്കാരം ജനിപ്പിച്ച് പ്രഹേളികാത്വത്തിലെത്തുന്നവ. അതായത് പകലെല്ലാം പൊത്തും പിടിയും രാവായാൽ കുടിയിരിപ്പും. എന്നുവെച്ചാൽ നമ്മൾക്ക് എന്താണ്, പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് മറ്റൊന്നായിരിക്കും അതിനെക്കുറിച്ച്, പക്ഷെ ആൻസർ വേറെ ഒന്നാണ്. ഇത് കേൾക്കുന്നത് പകലെല്ലാം പൊത്തും പിടിയും രാവായാൽ കുടിയിരിപ്പും. ഭാര്യയും ഭർത്താവാണെന്ന് തോന്നുന്നു അല്ലേ. പകൽ മുഴുവനും അടിയും പിടി, രാത്രി ആയി കഴിഞ്ഞാൽ നല്ല സ്നേഹം. വേറൊരെണ്ണം നോക്കി നോക്കിയേ, തോളിൽ തൂങ്ങും തല്ലും കൊള്ളും. കുട്ടികളെ പോലെ അല്ലേ, കുട്ടികളെപ്പോഴും തോളിലായിരിക്കും, തല്ലും കൊള്ളും. അപ്പോൾ നമ്മൾ വിചാരിക്കുക പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വേറൊരു ടൈപ്പ്, പക്ഷെ ആൻസർ വേറെ ആയിരിക്കും. രാവായാൽ പൊത്തും പിടിയും, പകലെല്ലാം പൊത്തും പിടിയും രാവായാൽ കുടിയിരിപ്പ് എന്ന് പറയുന്നത് കൺപോളകളെയാണ്. പകൽ മുഴുവനും അതിങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കും, രാത്രി ആയി കഴിഞ്ഞാൽ അടഞ്ഞിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി തോളിൽ തൂങ്ങും തല്ലും കൊള്ളും ചെണ്ടയാണ്. ചെണ്ട അങ്ങനെ തോളിൽ തൂങ്ങും
നമ്മൾ അതിനെ കൊട്ടും ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പ്. ഇനി വേറെ ഉള്ളത് പ്രവർത്തിയിൽ പൊരുത്തമില്ലാത്ത 2 വാഗ്മയ ചിത്രങ്ങളെ ഉപഗ്രഥനം ചെയ്യുന്ന കടങ്കഥകൾ. 2 കാര്യങ്ങൾ പറയാണ്. ഒരു വാഗ്മയ ചിത്രം നമ്മളുള്ള ഉണ്ടാക്കി തരാണ്. 2 കാര്യങ്ങൾ, ഒരു ബന്ധമില്ലാത്ത 2 കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ട് കണക്ട് ചെയ്ത് പറയാം. അതിന് ഉദാഹരണം നോക്കിയേ. അന്നരാജൻ എഴുന്നള്ളുമ്പോൾ ആശാരി ചെക്കൻ തടുത്തു നിർത്തി. അന്നരാജൻ എഴുന്നള്ളി, സമ്മതിച്ചു. ആശാരി ചെക്കൻ തടുത്തു നിർത്തി. സംഭവം എന്താ വെച്ചാൽ അരിവാർക്കലാണ്. അന്നരാജൻ എഴുന്നള്ളുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അരി വാർക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആശാരി ചെറുക്കൻ അത് അടച്ച് വാർക്കുന്ന പലക, അതിനെയാണ് എന്താ പറയുക, അടപ്പലക. ആ അടപ്പലകേനാണ് ഈ ആശാരി ചെറുക്കൻ എന്ന് പറയുന്നത്. അത് തടഞ്ഞു നിർത്തിയെന്ന്, അരി വാർക്കുന്ന പ്രവൃത്തിനെയാണ് ഈ പറയുന്നത്. ഒരു ബന്ധവുമില്ലാത്ത 2 വാഗ്മയ ചിത്രങ്ങൾ. ഇനി വേറെയാണെന്ത്, അലങ്കാരങ്ങളും താളങ്ങളും ഉൾപ്പെട്ട കടങ്കഥകൾ. അതിനുദാഹരണം ആനകെ റാമല, ആടുകെ റാമല, 1000 കാന്താരി പൂത്തിറങ്ങി. ഒരു കവിത പോലെ പാടാൻ പറ്റുന്നത് അല്ലേ? എന്താണത്? നക്ഷത്രങ്ങളാണ്. ആനകെ റാമല, ആടുകെ റാമല, 1000 കാന്താരി പൂത്തിറങ്ങി. ഒരു നാടൻ പാട്ടിൻ്റെ ഒക്കെ ഈണത്തിൽ നമുക്ക് പാടാൻ പറ്റുന്ന തരത്തിലുള്ള കടങ്കഥകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ത് കടങ്കഥകളെ പലതരത്തിൽ വർഗീകരിച്ചിരിക്കുന്നത്. ഇനി കടങ്കഥയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ പ്രാചീന സംസ്കാരത്തോളം അതിന് പഴക്കമുണ്ട്. ഇപ്പം ഈജിപ്തിലെ പുരോഹിതന്മാർ പ്രഹേളിക എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്കൃതത്തിലും അങ്ങനെ പണ്ട് കാലം മുതലേ എന്താണ് ഇത്തരം കടങ്കഥകളുടെ പ്രയോഗം വരുന്നുണ്ട്. ഋഗ്വേദത്തിൽ വരെ ഗൂഢപ്രശ്നം എന്നുള്ള രീതിയിൽ ഋഗ്വേദത്തിൽ വരെ ഇത് പരാമർശിച്ച് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. മഹാഭാരതത്തിലെ യക്ഷപ്രശ്നത്തിലും കടങ്കഥാപ്രായമായ ഭാഗങ്ങളുണ്ട്. യുദ്ധത്തിൽ വീണുപോയ ഭീഷ്മർ തനിക്കേറ്റത് അർജുന ശാപമാണെന്നറിഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. തള്ളയുടെ ഉടൽ പിളർന്നു പിറക്കുന്ന ഞണ്ടിൻ കുഞ്ഞിൻ്റെ പ്രവൃത്തി പോലെയായി ഇതെന്ന്. അതായത് പ്രത്യക്ഷത്തിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് ഡയറക്റ്റ് പറയാതെ എന്താ പറയുക, മാറ്റി പറയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നെഗറ്റീവായിട്ട് ആൾക്കാർ ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കും. ഇപ്പം നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന പറയുമ്പോൾ നമ്മൾ കുത്തിപ്പറയാന്നൊക്കെ പറയില്ലേ? അപ്പോൾ ഇന്ന ആളെയാണോ ഉദ്ദേശിച്ചത്, ഇന്ന ആളെ ഉദ്ദേശിച്ചിട്ടില്ല, എന്നാൽ ആ ആൾക്കും അറിയാം, പറഞ്ഞ ആൾക്കും കാര്യം മനസ്സിലാവില്ലേ? അതിൻ്റെയൊക്കെ തന്നെ വേറൊരു വേർഷൻ, അതാണ് നമ്മുടെ കടങ്കഥകൾ എന്ന് പറയുന്നത്. പറയുന്ന കാര്യത്തിനെ വേറൊരു രീതിയിൽ പറയാം. ഇനി വരുന്നത് ഇതൊക്കെയാണ് ഇതിൽ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വരുന്നത് കടങ്കഥകളെ കുറിച്ചിട്ട്. അപ്പോൾ പലതരത്തിലുള്ള കടങ്കഥകളുടെ സംസ്കാരം അപ്പോൾ എവിടെയൊക്കെയാണ് ഋഗ്വേദത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ ഓരോ കടങ്കഥകളൊക്കെ പറ്റി കടങ്കഥകളുടെ 1 വേർഡൊക്കെ ആയിട്ട് വേണമെങ്കിൽ കടങ്കഥകളുടെ ഉത്തരം പോലെയൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഖനം നന്നായിട്ട് വായിക്കുക. ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കടങ്കഥകളും നിങ്ങൾക്ക് പരിചിതമായിരിക്കണം. ഇതിൽ ഒരുപാട് കടങ്കഥകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കടങ്കഥകൾ മുഴുവനും പുറമേ ഉള്ളതല്ലാതെ അത് കുറേ നമുക്ക് കേട്ട് പരിചയമുണ്ടാവും. അതല്ലാതെ എന്തൊക്കെ കടങ്കഥകൾ ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടോ ആ കടങ്കഥകൾ മുഴുവനും നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വേർഡൊക്കെ ആയിട്ട് മേ ബി അത് ചോദിക്കാം. നമ്മളിങ്ങനെ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് കൊണ്ട്. അപ്പോൾ എല്ലാ കടങ്കഥകളെയും മസ്റ്റായിട്ട് നോക്കുക. പിന്നെ കടങ്കഥകളുടെ വർഗീകരണം അത് നോക്കുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിൻ്റെ എന്താ പറയുക, കടങ്കഥകൾ എങ്ങനെ വന്നു, എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. ബേസിക്കലി എന്താണ്, നന്നായിട്ട് ആ ലേഖനം വായിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കുക.